SFIO അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതോടെ പ്രതിരോധത്തിലായി CPIM-ഉം സർക്കാരും. രാഷ്ട്രീയ പ്രേരിതമായ കേസിനെ നിയമപരമായി നേരിടുമെന്ന CPM സെക്രട്ടേറിയറ്റ് പ്രസ്താവനയെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട്. SFIO റെയ്ഡിന് പിന്നാലെ ഭയന്നാണ് വീണ വിജയൻ കോടതിയെ സമീപിച്ചതെന്ന് ഷോൺ ജോർജും കേന്ദ്ര ഏജൻസികൾ വേട്ടയാടുന്നുവെന്ന CPM വാദം പൊളിഞ്ഞുവെന്ന് മാത്യു കുഴൽനാടനും പ്രതികരിച്ചു. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നപ്പോഴും പിന്നാലെ SFIO അന്വേഷണം ആരംഭിച്ചപ്പോഴും രാഷ്ട്രീയ പ്രേരിതമായ നടപടിയെന്നായിരുന്നു CPM-ന്റെ ആക്ഷേപം. ഒടുവിൽ മാസപ്പടി വിവാദം വന്നതിനു ശേഷം മാത്രമാണ് CMRL ഖനന കരാർ റദ്ദാക്കിയതെന്ന് രേഖകൾ സഹിതം പുറത്തുവന്നു. SFIO അന്വേഷണം തടയണമെന്ന വീണ വിജയന്റെ ഹർജി കൂടി തള്ളിയതോടെ CPI-ഉം സർക്കാരും മുഖ്യമന്ത്രിയും ഒരേപോലെ പ്രതിസന്ധിയിലായി. ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോജിക്കിന്റേതെന്ന് പ്രതികരിച്ച KPCC അധ്യക്ഷൻ K. സുധാകരൻ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ചു. കോടതി അത് റൈറ്റ് ഹാൻഡ് അത് ഡീൽ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും രക്ഷപ്പെടുന്ന കേസല്ല എക്സാലോജിക് കേസ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ജനമറിയണം, ലോകമറിയണം, പിണറായി വിജയനും കുടുംബവും ഇങ്ങനെയാണ് എന്ന് ലോകമറിയണം. അത് ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ അവകാശമാണ്, ആഗ്രഹമാണ്. അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് നീങ്ങിയാൽ തെറ്റു പറയാനാകില്ലെന്ന് മാത്യു കുഴൽനാടൻ. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ കമ്പനി വാങ്ങിയ പണത്തിന് തിരിച്ച് ഫേവർ ചെയ്തത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന നിലയിലേക്ക് വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അന്വേഷണം അദ്ദേഹത്തിലേക്ക് നീണ്ടാൽ ആർക്കും അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. വീണ വിജയന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടി വരുമെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ്. CMR-ലും KSIDC-യിലും നടത്തിയ റെയ്ഡിലും എൻക്വയറിയിലും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. കാരണം ഈ രണ്ട് ഏജൻസിയിൽ ഇരിക്കുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്തൊക്കെ രേഖകൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് കൃത്യമായി ബോധ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ അറസ്റ്റിലേക്ക് നീങ്ങിയാൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ നാടകങ്ങളും മുഖ്യമന്ത്രിയുടെ രാജി ഒഴിവാക്കാൻ വേണ്ടിയുള്ള നാടകങ്ങളാണ് ഈ നടക്കുന്നത് മുഴുവൻ. CPM ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരനും പ്രതികരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് വീണ് കിട്ടിയ അവസരമാണ് വീണ വിജയന്റെ ഹർജി തള്ളാനുള്ള കർണാടക ഹൈക്കോടതിയുടെ തീരുമാനം. അതേസമയം വീണ വിജയനും എക്സാലോജിക്കും തുടർ നിയമ പോരാട്ടത്തിനൊരുങ്ങും. ഡിവിഷൻ ബെഞ്ചിനെയോ സുപ്രീം കോടതിയോ സമീപിക്കാനായിരിക്കും നീക്കം. 24 തിരുവനന്തപുരം.